ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു അല്ലെ. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഈ അലോട്ട്മെന്റിൽ ഉൾപ്പെടാത്ത കുട്ടികളും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി സബ്സിക്വന്റ് അലോട്ട്മെന്റ്സ് വരാനുണ്ട്, സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൺഫേം ചെയ്താൽ മതി, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ കിട്ടും. ഓക്കെ. സോ ഈ ഒരു അലോട്ട്മെന്റ് വന്നവരൊക്കെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടാവും. ഓൺലൈൻ ആയിട്ട് ഫീ പേ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കേണ്ട, നമുക്ക് 13th വരെ ഫീ പേ ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിലും നിങ്ങൾ അതിന് മുന്നേ തന്നെ അവസാന ദിവസത്തേക്ക് വെക്കാതെ ഇത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയും പേയ്മെന്റ് ചെയ്യാം. അപ്പൊ അത് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ചാനല് കാണുന്ന കുറെ പേര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അത് യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ കുറെ മെസ്സേജസ് ആകുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് നിങ്ങളെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടല്ല, നമ്മുടെ ഒരു ടൈം കൺസ്ട്രെയിൻ കൊണ്ടാണ്. അപ്പൊ പല ഡൗട്ട്സും നമ്മൾ കോമൺ ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്, കുറെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബിടെക്കിന്റെ ഡീറ്റെയിൽസും അറിയണം അല്ലെ. ഇപ്പൊ നമുക്ക് കോഴ്സും കോളേജും ഒക്കെ കിട്ടി. അപ്പൊ ബിടെക്കിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇപ്പൊ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, അതായത് ഒരു ഗ്രൂപ്പ് ബേസ് ആണ്. നിങ്ങളെ കിട്ടിയിട്ടുള്ള ബ്രാഞ്ചുകൾ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്, ഇനി നമ്മൾ അതിന്റെ സിലബസ് അപ്ഡേറ്റ്സ്, ബാക്കിയുള്ള നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ, പിന്നെ ലെക്ചേഴ്സും ഒക്കെ, എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന നമ്മുടെ ചാനലാണ്. അപ്പൊ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഈ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കിട്ടാത്തവരും ഫീ അടയ്ക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നവർക്കാണ് ഈ അലോട്ട്മെന്റ് മെമ്മോ വരിക, അതിലാണ് ഫീ വരുന്നത്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം, നെക്സ്റ്റ് അലോട്ട്മെന്റ്സിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നമുക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ ഓപ്ഷൻസ്, അതായത് ഇപ്പൊ കിട്ടിയതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ആണ്. എന്നിട്ട് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അലോട്ട്മെന്റിൽ നമ്മൾ പരിഗണിക്കപ്പെടുള്ളൂ. ഇനി ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അത് 13/8/2024 3 മണി വരെയാണ്. ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയും കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ടോക്കൺ ഫീ ഓൺലൈൻ ആയിട്ട് അടയ്ക്കുക മാത്രമാണ് വേണ്ടത്. ഇനി അടുത്ത ഒരു മേ ബി ചിലപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതൊക്കെ വരിക. അപ്പൊ അപ്പോഴത്തേക്ക് നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചാൽ മതി. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പോകുക, അത് കുറെ പേര് ചോദിച്ച ഡൗട്ടാണ് കേട്ടോ. അതായത് നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയത് പോവോ, നിങ്ങൾക്ക് അത് നഷ്ടപ്പെടില്ല. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോക്കൺ ഫീ, ഇപ്പൊ നമ്മൾ അലോട്ട്മെന്റ് മെമ്മോയിലുള്ള ഈ ഒരു ഫീ അടയ്ക്കുന്നത്. ഈ ഫീസ് അടയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ സീറ്റ് നിങ്ങൾക്ക് ബുക്ക്ഡ് ആണ്, ഇത് നിങ്ങളിൽ നിന്ന് പോവില്ല. സെക്കൻഡ് ഫേസ് പോവില്ല ഇൻ ദ സെൻസ്, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ അത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ആണ് അല്ലെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് മാറുകയും വേണം. മനസ്സിലായോ? സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ കിട്ടിയാൽ അപ്പൊ ഇനി അത് വേണ്ട, ഇത് തന്നെ മതി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പോയിന്റും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ ഇനി നിങ്ങൾക്ക് എവിടേക്കെങ്കിലും കിട്ടിയാൽ അങ്ങോട്ട് പോകാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അതല്ല, ഇപ്പൊ നമ്മൾ കിട്ടിയ കോളേജിലും കോഴ്സിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുക്കണ്ട. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ കോളേജും കോഴ്സും ഓക്കെയാണ്. ഇനി ഒരു പക്ഷേ നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് എവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇപ്പൊ കിട്ടിയ കോഴ്സും കോളേജും നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. ഓക്കെ. ഇനി അടുത്തത്, നമ്മൾ ഇപ്പൊ ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റ് മതി, ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വേണ്ട, അപ്പൊ എന്താണ് ചെയ്യുക, അത് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ആൻസറും കൂടെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ്, അത് ഇപ്പൊ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല,
ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ കൺഫേം ചെയ്യാനുള്ളതൊന്നും ഇപ്പൊ ആയിട്ടില്ല. അത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ അത് ആ സമയത്ത് പറയാം. പിന്നെ നമ്മളുടെ ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ് ഫീ ആണോ പെർ ഇയർ ഫീ ആണോ? അപ്പൊ അത് നമുക്ക് പെർ ഇയർ വരുന്ന ഫീ ആണ് കേട്ടോ. നമ്മൾ ഓരോ കോഴ്സ് ഓരോ ടൈപ്പ് ഓഫ് കോളേജസിലും വരുന്ന ഫീ സ്ട്രക്ചർ അത് നമ്മൾ പെർ ഇയർ ആണ്, പെർ ആനം ആണ്, നമ്മൾ ഓരോ വർഷവും അടയ്ക്കേണ്ട ഫീസ് ആണ്. ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മറക്കരുത് നമ്മുടെ ബിടെക് ചാനൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമ്മൾ മാക്സിമം അതിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയർ ഈ വർഷം ചേരുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് വഴി തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു വേ ആണ്. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.